അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹിൽ ഫായിസീന ബിറളില്ലാഹി മാ ബഅദ്. മഹാന്മാരായ സ്വഹാബത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആസാറുകൾ കൊണ്ട് ബറക്കത്തെടുത്ത സംഭവങ്ങളാണ് നാം വിവരിച്ചു കൊണ്ടിരിക്കുന്നത്. സ്വഹാബിമാരിൽ ഏറെ പ്രമുഖനാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖാദിമായി ദീർഘകാലം സേവനം ചെയ്ത, വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ചേർന്ന് മുത്തുനബിയുടെ നടത്തത്തിലും ഇരുത്തത്തിലും എല്ലാത്തിലും ഓരം ചേർന്ന് നടന്നിരുന്ന അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ചെറിയ പ്രായമായിരുന്നപ്പോൾ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ദുആ ചെയ്ത സംഭവങ്ങളുമെല്ലാം ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട സംഭവങ്ങളാണ്. 10 വർഷത്തോളം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സേവനം ചെയ്യാൻ ഭാഗ്യം ലഭിച്ച മഹാനായ സ്വഹാബിയായിരുന്നു അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. ആ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഅർ മുബാറക്കുമായി ബന്ധപ്പെട്ട ഒരു സംഭവം അൽ-ഇസാബ ഫി തമീസി സ്വഹാബ എന്ന ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാം. മഹാനായ സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല ലി അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഹാദിഹി ശഅറത്തുൻ മിൻ ശഅരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്തായ ഷഅർ മുബാറക്കിൽപ്പെട്ട ഒരു ഷഅറാണ്. ഇദാ മിത്തു ഫളഅഹ തഹ്ത ലിസാനി. ഞാനെങ്ങാനും മരണപ്പെട്ടാൽ നിങ്ങൾ എൻ്റെ നാവിൻ്റെ ചുവട്ടിൽ ഈ പരിശുദ്ധമായ ഷഅർ മുബാറക്ക് വെക്കണം എന്ന് സാബിത്ത് റളിയല്ലാഹു അൻഹുവിനോട് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു വസിയത്ത് ചെയ്യുകയാണ്. എന്നിട്ട് മഹാനായ സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല ഫവളഅതുഹ തഹ്ത ലിസാനി. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ വസിയത്ത് പ്രകാരം ഞങ്ങൾ മഹാനവറുകൾ വഫാത്തായപ്പോൾ മഹാനവറുകളുടെ നാവിൻ്റെ ചുവട്ടിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഷഅർ മുബാറക്ക് വെച്ചു. ഫദുഫിന വഹിയ തഹ്ത ലിസാനി. അങ്ങനെ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ കഫൻ ചെയ്യുകയും മറമാടുകയും ചെയ്തു എന്ന് മഹാനായ സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബിൽ രേഖപ്പെടുത്തി വെച്ചതായി കാണാം. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഓരം ചേർന്ന് നടന്നിരുന്ന അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അവിടുത്തെ പാരത്രികമായ വിജയത്തിനു വേണ്ടി അതിൽ ഉപകരിക്കുമെന്ന പ്രതീക്ഷയോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ഷഅർ മുബാറക്ക് അത് അവിടുത്തെ മരണപ്പെട്ടപ്പോൾ അത് തൻ്റെ ശരീരത്തോട് ചേർത്ത് വെക്കാനും ശരീരത്തിൽ അങ്ങനെ ഖബറിലേക്ക് എത്തിച്ചേരാനും ആഗ്രഹിക്കുകയും അതിന് വലിയ ബറക്കത്തുണ്ടെന്ന് വിശ്വസിക്കുകയും ചെയ്തിരുന്നു എന്ന് നമുക്ക് ഈ ചരിത്ര സംഭവത്തിലൂടെ മനസ്സിലാക്കുകയാണ്. മഹാന്മാരായ എല്ലാ സ്വഹാബത്തും ഇങ്ങനെയായിരുന്നു. അവർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കമുള്ള മഹാന്മാരുടെ ആസാറുകളെ ഏറെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തവരായിരുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.